ഇതിലെ നായകൻ്റെ പേര് ഗോകുൽ എന്നാണ്. 22 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയനും. കഥ ഗോകുലിൻ്റെ ആയതിനാൽ ബാക്കി കാര്യങ്ങൾ അവൻ പറയുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഡിഗ്രിയും കഴിഞ്ഞു വെറുതെ കറങ്ങി നടക്കുന്നു. ഇടയ്ക്കൊക്കെ കാറ്ററിംഗ് വർക്ക്, ചെറിയ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ച് ജീവിച്ചു പോകുന്നു. അതിൻ്റെ കൂടെ നല്ലൊരു ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അകന്ന ബന്ധത്തിലെ ഒരു സഹോദരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. കുടുംബത്തിലെ ചെറിയ പരിപാടികൾക്ക് കണ്ടു നല്ല പരിചയമൊക്കെ ഉണ്ട് എന്നല്ലാതെ അടുത്ത് അങ്ങനെ ഇടപഴകിയിട്ടില്ല. രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആള് നാട്ടിൽ തന്നെ ഒരു ബാങ്കിൽ ജോലി ചെയ്തു വരുന്നു. ആൾക്ക് ഏകദേശം 43 വയസ്സ് പ്രായമുണ്ട്. പുള്ളിയുടെ ഭാര്യയാണ് നമ്മുടെ കഥയിലെ നായിക. ബിന്ദു എന്നാണ് ചേച്ചിയുടെ പേര്. ഒരു 38 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ കണ്ടാൽ അത്ര തോന്നില്ല. അങ്ങനെ പുള്ളി ഞാൻ ജോലി അന്വേഷിക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞു. പുള്ളിയുടെ ബാങ്കിൽ ഒരു ഒഴിവുണ്ടെന്നും നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് നോക്കാനും പറഞ്ഞു. എന്തായാലും വെറുതെ ഇരിക്കുക, എങ്കിൽ പിന്നെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞാൻ അടുത്ത ദിവസം സർട്ടിഫിക്കറ്റൊക്കെ ആയി ഞാൻ ബാങ്കിലെത്തി. രവിയേട്ടൻ എന്നെ മാനേജർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ രവിയേട്ടൻ്റെ സ്വാധീനം കൊണ്ടോ എന്നെ ജോലിക്കെടുത്തു. നാളെ മുതൽ ജോലിക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. ജീവിതത്തിൽ കിട്ടിയ ആദ്യ ജോലി. എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളത് കൊണ്ട് രവിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാം എന്നൊരു തീരുമാനം പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. എന്നാൽ എനിക്കത് അത്രയ്ക്ക് താല്പര്യം തോന്നിയില്ല. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണല്ലോ നമുക്ക് എപ്പോഴും നല്ലത്. എന്തായാലും ഞാൻ അടുത്ത ദിവസം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പുതിയ തിരിച്ചു. ആദ്യം ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് എവിടെയെങ്കിലും വാടകയ്ക്ക് വീട് നോക്കാം. 1-2 ദിവസം മാത്രം അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ചേട്ടൻ്റെ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്നെത്തിയത് ബിന്ദു ചേച്ചി ആയിരുന്നു. കണ്ട മാത്രയിൽ തന്നെ ഞാൻ സത്യത്തിൽ അമ്പരന്ന് പോയി. ചേച്ചി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് തോർത്ത് വെച്ച് മുടിയൊക്കെ കെട്ടി ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള നൈറ്റിയൊക്കെ ഇട്ട് വന്ന് ഡോറ് തുറന്നു. ചേച്ചി എന്നോട്, ആഹാ ഗോകുലല്ലേ, ചേട്ടൻ വരുമെന്ന് പറഞ്ഞിരുന്നു, കയറി വാ. ഞാൻ അതേ എന്ന അർത്ഥത്തിൽ നല്ല ഒരു ചിരി കൊടുത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ചേട്ടൻ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. മോൻ ഇവിടെ ഇരിക്കും, ഞാൻ നിനക്ക് കഴിക്കാൻ എന്നേലും എടുക്കാം. വേണ്ട ചേച്ചി, കുറച്ച് കഴിഞ്ഞ് മതി. വിശപ്പുണ്ടേലും ഞാൻ വെറുതെ തട്ടിയിട്ടു. അത് കുഴപ്പമില്ല, രാവിലെ ഇറങ്ങിയതല്ലേ, ഞാൻ കഴിക്കാൻ എടുത്തിട്ട് വരാം. ഞാൻ ശരി എന്ന മട്ടിൽ തല ആട്ടി. കഴിക്കാൻ എടുക്കാൻ പോയ ചേച്ചിയുടെ പിന്നിലൂടെ നോക്കിയപ്പോൾ തന്നെ എൻ്റെ സാധനം ഉണർന്നു. അത്യാവശ്യം നന്നായി ഉയർന്നു നിൽക്കുന്ന ബാഗ്. നടക്കുമ്പോൾ അതങ്ങനെ ആടിക്കളിക്കുന്നു. ഒത്തിരി വലിയ, 3 അല്ല, എന്നാൽ അത്യാവശ്യം വലുപ്പമുണ്ട്. നെറ്റിയിൽ സിന്ദൂരമെല്ലാം കൊണ്ടും ആരുടെയും പോകുന്ന സാധനം. ഈശോ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒന്നുമല്ലേലും തനിക്കൊരു ജോലിയും കയറിക്കിടക്കാൻ സ്വന്തം വീട്ടിലൊരിടവും തന്ന രവിച്ചേട്ടൻ്റെ ഭാര്യയാണ്. ഞാൻ ആ മനസ്സിനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു. എന്നാലും ചേച്ചി അടുത്ത് വരുമ്പോൾ നോക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാകും. ചേച്ചി വന്ന് നല്ല ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു രവിയേട്ടൻ കുളി കഴിഞ്ഞ് വന്നത്. ആഹാ ഗോകുൽ, നീ എത്തിയായിരുന്നോ? അല്ലേ, ഞാൻ പോയി ഒന്ന് റെഡി ആയിട്ട് വരാം. നീ എന്തായാലും ഇന്ന് ജോലിക്ക് കയറണ്ട, രാവിലെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് നാളെ ഫ്രഷ് ആയിട്ട് കയറാം. ഞാനും അത് സമ്മതിച്ചു. അങ്ങനെ ചേട്ടന് റെഡിയായി ഓഫീസിലേക്ക് പോയി. അവർക്ക് ഒരു മകൾ മാത്രമേ ഉള്ളായിരുന്നു. അവൾ ഇപ്പോൾ 5ൽ പഠിക്കുന്നു. ഞാൻ അവളുടെ കാര്യമൊക്കെ ചേച്ചിയോട് ചോദിച്ചു. രാവിലെ സ്കൂളിൽ പോയെന്ന്, ഇനി 5 മണിക്കേ വരുമല്ലെന്ന് ചേച്ചി പറഞ്ഞു. നാട്ടിലെ വിശേഷങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങളൊരു അടുപ്പമുണ്ടാക്കി. ഞാൻ വെറുതെ ഒന്ന് കറങ്ങി വരാം എന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് ഇറങ്ങി ടൗണിലെത്തി. ഒരു ചായയും കുടിച്ച് സിഗരറ്റ് വലിച്ച് കുറച്ച് നേരം അങ്ങനെ ചിലവഴിച്ചു. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ വീട്ടിലെത്തി. ചേച്ചിയാണെങ്കിൽ ഫുഡ് റെഡിയാക്കി എന്നെ നോക്കിയിരിക്കുമായിരുന്നു. നീ വന്നോ? ഞാൻ കരുതി ഇനി വൈകിട്ടേ ഉള്ളായിരിക്കുമെന്ന്. അല്ല ചേച്ചി, ഈ നാടൊക്കെ ഒന്ന് കണ്ടുവരണ്ടേ? ഇനി കുറച്ച് നാൾ ഇവിടെ തന്നെയല്ലേ? അതെന്നായാലും ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം, നീ കഴി കഴിക്കുക. ഞാൻ കഴുകിയിരുന്ന് ചേച്ചി എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ആണ് ഫുഡ് വിളമ്പിയത്. ചേച്ചിയുടെ സാമീപ്യം, ആഹാ മണവും ആരെയും മത്ത് പിടിപ്പിക്കും. ചേച്ചി എനിക്ക് നേരെ സൈഡിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ചേച്ചി ഓരോ കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വ്യക്തമായി മറുപടി ഇല്ലായിരുന്നു. പുള്ളിക്കാരി പെട്ടെന്ന് എല്ലാവരും കമ്പനി ആകുന്ന ടൈപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ മറ്റൊരു മോശ സ്വഭാവവും ഇല്ല എന്ന് തോന്നുന്നു. കയ്പ് കഴിഞ്ഞ് ഞാനൊന്ന് മയങ്ങി എണീറ്റപ്പോൾ സമയം 3 മണിയായി. ചേച്ചി അടുക്കളയിൽ എന്തോ അത്താഴത്തിനുള്ള പണിയിലാണ്. ഞാനും കൂടെ ചെന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു.
വെറുതെ ഇരിക്കേണ്ട എന്ന് വെച്ച് ചേച്ചി എന്നാൽ എന്നെ സഹായിച്ച് ഇവിടെ കുറച്ചു നേരം ഇരിക്കെ, ഞാനും ഏതായാലും ഒറ്റയ്ക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യം പറഞ്ഞ് പണിയൊക്കെ തീർത്തുകൊണ്ടിരുന്നു. പണിയാണേലും എൻ്റെ ശ്രദ്ധ മുഴുവൻ ചേച്ചിയിലാണ്. അന്യൻ്റെ ഭാര്യയാണ് എന്നുള്ള വിചാരമുണ്ടെങ്കിലും മനസ്സിന് അതൊന്നും പ്രശ്നമല്ല. ഒരു സാധനം എടുക്കാൻ കുഞ്ഞ് ചേച്ചിയെ നോക്കി ഞാൻ കണ്ടത് പുറത്തേക്ക് വരാൻ നിൽക്കുന്ന ഫ്രണ്ടാണ്. ഞാനത് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു പോയി. ചേച്ചി നിവർന്നതും വാ പൊളിച്ച് നോക്കിയിരിക്കുന്ന എന്നെയാണ് കണ്ടത്. ഞാൻ നോട്ടം മാറ്റി, എന്നാലും ചേച്ചി വ്യക്തമായി അത് കണ്ടു. ഞാൻ ആകെ വല്ലാതായി. എന്നാലും ഞങ്ങൾ പിന്നെയും സംസാരിച്ചു കൊണ്ട് പണിയെല്ലാം തീർത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മോള് സ്കൂളിൽ നിന്ന് വന്നു. എന്നെ അധികം പരിചയമില്ലാത്തോടെ ഒരു അങ്കലാപ്പ് അവൾക്കുണ്ട്. എന്നാൽ പിന്നെ അത് മാറി. ഞങ്ങൾ നിമിഷ നേരം കൊണ്ട് കൂട്ടായി. അത് അങ്ങനെയാണല്ലോ, പിള്ളേരെ കൂട്ടുകൂടാൻ വലിയ പാടില്ലല്ലോ. പിന്നെ സന്ധ്യയായി. ചേട്ടൻ വന്നു. ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എന്നിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാനും ചേട്ടൻ ജോലിക്ക് കടന്നുപോയി. ആദ്യ ദിവസമായിരുന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. ജോലിയൊക്കെ എല്ലാം മനസ്സിലായി. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം നല്ല മര്യാദയുള്ളവർ ആയതിനാൽ അവിടെ വലിയ കുഴപ്പവുമില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ജോലി ആയതിനാൽ സമയവും ദിവസവും പോകുന്നതേ അറിയുന്നില്ല. എന്നാൽ ബിന്ദു ചേച്ചി ഒരു വികാരമായി എൻ്റെ ഉള്ളിൽ തിളങ്ങാൻ തുടങ്ങിയിരുന്നു. ചേച്ചിയെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം എനിക്ക് കൂടിക്കൂടി വന്നു. എടുത്തു ചാടി എന്നേലും ചെയ്താൽ അബദ്ധമാകും. അതുകൊണ്ട് അതിനുള്ള നീക്കങ്ങൾ നടത്താൻ ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ ആദ്യപടിയായി ചേച്ചിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നറിയാൻ ഞാനൊരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. ചേച്ചി രാവിലെ ചായ കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ അത് അറിയാതെ പോലെ കാണിക്കാൻ തീരുമാനിച്ചു. കുറേ പേർ വിജയിച്ച ഐഡിയ ആണല്ലോ. ഞാൻ അങ്ങനെ ചേച്ചി വരുന്ന സമയം നോക്കി ഒരു കൈലി മാത്രം കൊടുത്ത് ഉറക്കത്തിൽ വൈദ്യം മാറിയ പോലെ ആക്കി ഉറക്കം നടിച്ചു കിടന്നു. ചേച്ചി ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ പതുക്കെ കണ്ണ് തുറന്നപ്പം കാണുന്നേ അതിൽ തന്നെ നോക്കി വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ചേച്ചിയെയാണ്. പെട്ടെന്ന് ചായ വെച്ചിട്ട് ചേച്ചി ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങിയപ്പോൾ ചേച്ചി എന്തോ അർത്ഥം വെച്ച പോലെ ഒരു കള്ളച്ചിരി എന്നെ നോക്കി. ഞാൻ എന്താ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. പിറ്റേ ദിവസവും ഞാനത് തുടർന്നു. ഓരോ ദിവസം കഴിയുന്തോറും ചേച്ചി നോക്കി നിൽക്കുന്ന സമയവും കൂടി വന്നു. അങ്ങനെ ചേച്ചിക്ക് താല്പര്യമുണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ നേരിട്ട് കയറി മുട്ടുക എന്ന ചിന്തയായിരുന്നു. അതിനായി അധികം വൈകാതെ ഒരു അവസരം വന്നു ചേർന്നു. ചേട്ടൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണം സംബന്ധമായി ചേട്ടൻ ഒരു 4 ദിവസം നാട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞു. ആദ്യം കല്യാണത്തിന് ചേച്ചിയെയും മോളെയും കൊണ്ടുപോകാനിരുന്നെങ്കിലും പിന്നെ അത് മാറി. അങ്ങനെ ചേട്ടൻ ഇന്ന് രാവിലെ യാത്ര തിരിച്ചു. ഞാനെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വന്നു ചേച്ചിയെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ വഴി ആലോചിച്ചു. അതിനായി അടുക്കളയിൽ ചെന്ന് ഓരോ കാര്യങ്ങൾ സഹായിക്കാൻ എന്ന വ്യാജേന ചെറുതായി ചേച്ചിയെ തൊട്ടുരുമി നിന്ന് ചേച്ചിയിൽ നിന്ന് വലിയ എതിർപ്പ് ഒന്നും ഉണ്ടായില്ല. അല്ലാത്തതിനാൽ ഇനി കുറച്ചുകൂടി വേഗത്തിലാക്കണം കാര്യങ്ങൾ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും മോളും അത്തായമൊക്കെ കഴിഞ്ഞു. ഞാൻ ടി വി കണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി മോളുടെ കൂടെ പഠിത്തമെല്ലാം കഴിഞ്ഞ് അവളെ ഉറക്കിക്കിടത്തി ടി വി കാണാൻ വന്നിരുന്നു. ഞാൻ കയ്യിൽ മാത്രമേ ഉടുത്തിരുന്നുള്ളൂ. ചേച്ചിയാണെങ്കിൽ ഒരു നീല നെറ്റിയും. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. കഴിവതും ചേച്ചിയെ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സംസാരിക്കുമ്പോഴും ഞാൻ ചേച്ചിയുടെ സൗന്ദര്യമാണ് ശ്രദ്ധിക്കുന്നത്. ചേച്ചിക്കും അത് മനസ്സിലായി. ചേച്ചി എന്നോട് കുറേ ദിവസമായി നിൻ്റെ നോട്ടമൊന്നും അത്ര ശരിയല്ല ചേച്ചി ഒരു സാധാരണ മട്ടിൽ പറഞ്ഞു. അത് പിന്നെ ഇത്രയും സൗന്ദര്യമുള്ള ആളെ പിന്നെ ആരായാലും ഒന്ന് നോക്കി പോകുമല്ലോ. അത് കേട്ടതും ചേച്ചിക്ക് ഒരു സന്തോഷ ചിരി വന്നു. പിന്നെ അത്ര സൗന്ദര്യമൊന്നുമില്ല, അത് ചേച്ചിക്ക് അറിയാത്തോണ്ടാണ്, ചേട്ടൻ്റെ ഭാഗ്യം ഞാൻ പറഞ്ഞു. ചേച്ചി ഒരു അർത്ഥം വെച്ച് മൂളിയിട്ട് നീ കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിനാണോ കറണ്ട് പോയി. ഞങ്ങളുടെ 2 പേരുടെ കയ്യിലും വെട്ടം ഒന്നുമില്ല. ഞാൻ തപ്പിത്തടഞ്ഞ് ചേച്ചിയുടെ അടുത്തെത്തി ചേച്ചിയുടെ കയ്യിൽ കയറി പിടിച്ചു. ചേച്ചി പെട്ടെന്ന് പേടിച്ച് പുറകോട്ട് മാറി. പേടിക്കണ്ട എന്ന് കരുതി പിടിച്ചതാ ചേച്ചി എന്ന് പറഞ്ഞ് ചേച്ചി ആഹാ കരണ്ട് പോകാൻ കണ്ട സമയം എന്ന് പിറുപിറുത്തുകൊണ്ട് ചേച്ചി പറഞ്ഞു. ഇത് തന്നെ അവസരം എന്ന് കണ്ട ഞാൻ 2 കൽപ്പിൽ ചേച്ചിയുടെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. ആദ്യം ഞെട്ടിക്കൊണ്ട് പിന്മാറി. എങ്കിലും ചേച്ചിയുടെ എതിർപ്പ് കുറഞ്ഞു. ഞാനും ചേച്ചിയും അവരുടെ റൂമിലേക്ക് പോയി. കട്ടിലിൽ കിടക്കുന്ന മോളെ ചേച്ചി പായയിൽ കിടത്തി. എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു. ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. 2 പേർക്കും പരസ്പരം സമ്മതമായതുകൊണ്ട് എല്ലാം ആസ്വദിച്ച് ചെയ്തു. എന്തൊക്കെയോ വികാരങ്ങൾ ഞങ്ങളിലൂടെ കടന്നുപോയി. സവാരി ചെയ്യാനായിരുന്നു ചേച്ചിക്ക് കൂടുതൽ താല്പര്യം. ഞാനും അതിൽ നന്നായി സഹകരിച്ചു.
എൻ്റെ ഊഴവും ഞാൻ പാഴാക്കിയില്ല, വിട്ടുകൊടുക്കില്ല എന്ന ചിന്തയോടെ ഞാൻ രണ്ടുപേരും കട്ടയ്ക്ക് പിടിച്ചു നിന്നു. ആ ക്ഷീണത്തിൽ എപ്പോഴോ ഞങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു.